ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഈ 3 ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. എന്താണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ? Integrated education is the educational program in which exceptional children attend classes with normal children on either a part or full-time basis. It is placement of the disabled children in ordinary schools with some specialized educational help and service. അതായത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ചിൽഡ്രൻസിനെ, അതായത് എക്സെപ്ഷണൽ ചൈൽഡിനെ സാധാരണ ഓർഡിനറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ബേസ് എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സാധാരണ സ്കൂളിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസും മറ്റുള്ള കുട്ടികളുടെ കൂടെ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് ഈ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് ഡിഫറൻഷിയേഷൻ എമംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ. അപ്പോൾ ഡിസേബിൾഡ് ചിൽഡ്രൻസിൽ ഒരു ഫീലിംഗ് ഓഫ് ഡിഫറൻഷിയേഷൻ അവർക്ക് ഉണ്ടാവില്ല. മറ്റുള്ള കുട്ടികളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാവില്ല. പ്രൊവൈഡ് പിയർ ഗ്രൂപ്പ് ഹെൽപ്പ് ഇൻ ലേണിംഗ്. അതായത് പിയർ ഗ്രൂപ്പിൻ്റെ ഹെൽപ്പ്, അവരുടെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുടെ സഹായം അവർക്ക് കിട്ടുന്നതായിരിക്കും. ഇറ്റ് എൻഷുവർ സോഷ്യൽ ഇൻറ്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. അത് ലെസ് എക്സ്പെൻസീവ് ആണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഇൻകൾക്കേറ്റ് അഫെക്ഷൻ, ലവ് ആൻഡ് റെസ്പെക്ട് ടുവേർഡ്സ് ഡിസേബിൾഡ് ചിൽഡ്രൻ. അപ്പോൾ ഡിസേബിൾഡ് ചിൽഡ്രൻസിനോടുള്ള ഒരു ലവ്, അഫെക്ഷൻ, അതൊക്കെ കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ക്ലിയർ ആയല്ലോ? ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ഓർഡിനറി സ്കൂൾസിൽ എക്സെപ്ഷണൽ ചൈൽഡ് കൂടി പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ലെസ് എക്സ്പെൻസീവ് എന്ന് പറയാൻ കാരണം ആ സ്പെഷ്യൽ ചൈൽഡിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് ടീച്ചേഴ്സൊന്നും ഉണ്ടായിരിക്കില്ല. സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ആ സാധാരണ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മാത്രമാണ് ഈ സ്പെഷ്യൽ ചൈൽഡിനും യൂസ് ചെയ്യാനുണ്ടാവുള്ളൂ. അതാണ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് എന്ന് പറയാൻ കാരണം. എക്സ്പെൻസ് കുറവാണ്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷന് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. ഇറ്റ് ഈസ് എ വൈഡർ കോൺസെപ്റ്റാണ്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനേക്കാളും കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ കൾച്ചേഴ്സ്, curricula and communities of local mainstream schools. It includes all the students who are away from the education for any reasons like physically or mentally challenged, economically, socially deprived or belonging to any caste, creed, gender, etc. അതായത് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിൽ നിൽക്കുന്ന കുട്ടികളെയും കൊണ്ടുവന്ന് ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ സ്റ്റുഡൻറ്റിനും ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് എക്സാമ്പിൾസ് പറയാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ special planning can be done in mainstream education.
അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനായി വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്ലാനിങ് ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. അതായത് എല്ലാ സ്റ്റുഡൻസിനെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. അപ്പോൾ സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. സ്പെഷ്യലി ഡിസൈൻ ക്ലാസ്സസ്, സ്പെഷ്യൽ കരിക്കുലം, ഇതൊക്കെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതയാണ്. ചിൽഡ്രൻ വിത്ത് സം സ്പെഷ്യൽ നീഡ് ക്യാൻ ബി മെയ്ഡ് ടു സിറ്റ് ഇൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓർ സെയിം ക്ലാസ്സസ് വിത്ത് കാറ്ററിംഗ് ദെയർ നീഡ്സ്. അതായത് ചിൽഡ്രൻ വിത്ത് സം സ്പെഷ്യൽ നീഡ് ക്യാൻ ബി മെയ്ഡ് ടു സിറ്റ് ഇൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ്, ഓരോരുത്തരെയും ഓരോ ക്ലാസ്സിലിരുത്തി വിത്ത് കാറ്ററിംഗ് ദെയർ നീഡ്സ്, അവരുടെ അതല്ലെങ്കിൽ സെയിം ക്ലാസ്സസിലിരുത്തി അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. അതായത് ഹിയറിംഗ് ഇംപെയർഡ് ചിൽഡ്രൻ ക്യാൻ ബി പ്രൊവൈഡഡ് വിത്ത് ഓഡിയോ എയ്ഡ്സ് ഫോർ ഹിയറിംഗ്, ഓഡിയോ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യും അവർക്ക്. വിഷ്വലി ഇംപെയർഡ് ചിൽഡ്രൻ ക്യാൻ ബി പ്രൊവൈഡഡ് വിത്ത് ബുക്സ് ഇൻ ബ്രെയിലി, വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് ബ്രെയിലി ലിപിയിലുള്ള ബുക്സ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എല്ലാ തരം കുട്ടികൾക്കും ഉള്ള ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആയിരിക്കും. എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്സ് കയറാൻ പറ്റാത്തതിന് പകരം റാമ്പ് അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്നും എന്തൊക്കെ ആവശ്യങ്ങളാണോ അവർക്ക് പ്രത്യേകമായിട്ട് വേണ്ടത് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനേക്കാളും. എല്ലാ കുട്ടികൾക്കും അതായത് എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളിച്ച് കണ്ടിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ? അപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, എയ്ഡഡ് എഡ്യൂക്കേഷൻ, എക്സെപ്ഷണൽ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ ED, സെൻ ഓർ SPED, ഇതൊക്കെ നമ്മളതിനെ പറയാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് സ്റ്റുഡൻസ് ഇൻ എ വേ that provides accommodations that addresses their individual differences, disabilities and special needs. അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസേബിൾഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ്, അതായത് സ്പെഷ്യൽ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോസസ്സാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ മറ്റുള്ള കുട്ടികളുണ്ടാവും, അപ്പോൾ അതിന് ഒരു പരിമിതി ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിസേബിൾഡ് ആയിട്ട് മാത്രമുള്ള ചിൽഡ്രൻസ് മാത്രമുള്ള സ്കൂളുകളാണ്. അപ്പോൾ നമ്മളുടെ ഡഫ് സ്കൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനത്തെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡിഫറൻസസ് അനുസരിച്ച് അവർക്കുള്ള മെറ്റീരിയൽസൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ മീറ്റ് ദ യുണീക്ക് നീഡ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി, അതായത് ഓരോ കുട്ടിയുടെയും ഡിസബിലിറ്റി മനസ്സിലാക്കി അവരുടെ യുണീക്കായിട്ടുള്ള നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കും. ദെൻ സ്പെഷ്യൽ കരിക്കുലം ആയിരിക്കും അവർക്ക് പ്ലാൻ അക്കോർഡിംഗ് ടു സ്റ്റുഡൻസ് അബിലിറ്റി, അതായത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും അബിലിറ്റിക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് IEP, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. എന്താണ് ഈ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം? അതായത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് റിലേറ്റഡ് സർവീസസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു മീറ്റ് ദ യുണീക്ക് എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് എ സ്റ്റുഡൻറ്റ് വിത്ത് എ ഡിസബിലിറ്റി. അതായത് ഒരു കുട്ടിയുടെ യുണീക്കായിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദ ഗൈഡിംഗ് ഡോക്യുമെൻറ്റ് ഫോർ ദ സ്റ്റുഡൻറ്റ്സ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഒരു ഗൈഡിംഗ് ഡോക്യുമെൻ്റാണ് ഈ IEP എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, പ്രസൻറ്റ് ലെവൽസ് ഓഫ് പെർഫോമൻസ് ആൻഡ് റിലേറ്റഡ് സർവീസസ് ദാറ്റ് ആർ റെക്കമെൻഡഡ് ഫോർ ദ സ്റ്റുഡൻറ്റ്. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ആ കുട്ടിയുടെ പ്രസൻറ്റ് ലെവൽസ് എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ഗൈഡിംഗ് ഡോക്യുമെൻ്റാണ് ഈ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻക്ലൂസീവ് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇനി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം അതിൻ്റെ മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓൾ സ്റ്റുഡൻസ് വെൽക്കംഡ് ബൈ ദെയർ നൈബർഹുഡ് സ്കൂൾസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും അവരുടെ അടുത്തുള്ള സ്കൂളുകളിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾഡ് ചിൽഡ്രൻ ഓർ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ചിൽഡ്രൻ ആക്സെപ്റ്റഡ് ഇൻ ദ ഓർഡിനറി സ്കൂൾസ്. അപ്പം ഓർഡിനറി സ്കൂൾസിലാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി സ്കൂൾസിലാണ് ഡിസേബിൾഡ് ചിൽഡ്രൻസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ മാത്രമാണ് സ്പെഷ്യൽ സ്കൂൾസിൽ അറ്റൻഡ് ചെയ്യുന്നത്. ദെൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ. ഇൻ്റഗ്രേറ്റഡിലാണെങ്കിൽ പാർഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷനൊക്കെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണെങ്കിൽ വെരി ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദെൻ സബ്ജക്ട് സെൻറ്റേർഡ് കരിക്കുലം ആൻഡ് മെത്തഡോളജിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻ്റഗ്രേറ്റഡിൽ സബ്ജക്ട് സെൻറ്റേർഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് കരിക്കുലം ആൻഡ് മെത്തഡോളജി. സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ സ്പെഷ്യൽ കരിക്കുലം ആൻഡ് മെത്തഡോളജി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ്, ഇൻ്റഗ്രേറ്റഡ് കോസ്റ്റ് നോട്ട് സോ ഹൈ. ഇൻ്റഗ്രേറ്റഡ് നമ്മുടെ സാധാരണ സ്കൂളുകളാണ്, അപ്പോൾ അത്രയും പൈസ ചിലവൊന്നുമില്ല. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹൈ കോസ്റ്റ് ആണ്. ദെൻ ടീച്ചർ എഫക്റ്റീവ്നെസ് ഇൻ ഇൻക്ലൂഡിങ് ഓൾ ലേണിംഗ് പ്രോസസ്സ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലാണെങ്കിൽ എല്ലാ ലേണിംഗ് പ്രോസസ്സിലും ടീച്ചറുടെ ഒരു എഫക്റ്റീവ്നെസ് അവിടെ ഉണ്ടായിരിക്കും. ടീച്ചർ എഫക്റ്റീവ്നെസ് അൺചേഞ്ച്ഡ് ലിമിറ്റഡ് ടു അതർ ചിൽഡ്രൻ ആയിരിക്കും ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ. ദെൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ടീച്ചർ എഫക്റ്റീവ്നെസ് ലിമിറ്റഡ് ടു ദ ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിനുമായിട്ട് ടീച്ചർ എഫക്റ്റീവ്നെസ് ലിമിറ്റഡ് ആണ്. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഫോർമൽ പ്ലാനിങ് ഈസ് റിക്വയർഡ്. ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ്. ബട്ട് ഇൻ്റഗ്രേറ്റഡിലാണെങ്കിൽ നോ ഫോർമൽ പ്ലാനിങ് ഈസ് റിക്വയർഡ്. സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണെങ്കിൽ പ്ലാൻ അക്കോർഡിംഗ് ടു ദ സ്റ്റുഡൻസ് എബിലിറ്റി. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും എബിലിറ്റി അനുസരിച്ച് വേണം സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പ്ലാൻ ചെയ്യാം. ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓൾ ദ സ്റ്റുഡൻസ് അവേ ഫ്രം എഡ്യൂക്കേഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ മെയിൻ സ്ട്രീം സ്കൂൾസ്. അതായത് എല്ലാ സൊസൈറ്റിയിൽ പിന്നാക്കം നിൽക്കുന്ന എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. ഇൻ്റഗ്രേറ്റഡിലാണെങ്കിൽ ഓൾ ദ സ്റ്റുഡൻസ് അവേ ഫ്രം എഡ്യൂക്കേഷൻ ആർ നോട്ട് നെസസറിലി ഇൻക്ലൂഡഡ് ഇൻ മെയിൻ സ്ട്രീം സ്കൂൾസ്. അതായത് എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല, ചെന്ന് ചേരുന്നവർക്ക് അഡ്മിഷൻ, അങ്ങനെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ അല്ല. ഓക്കെ, ദെൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഉള്ള, അതായത് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ മാത്രം എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ട്രെയിൻ സ്റ്റാഫ് ആൻഡ് സ്പെഷ്യൽ കരിക്കുലം ഇസ് ഡിസൈൻ ഫോർ ദം. അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ചൈൽഡിന് വേണ്ടി സ്പെഷ്യൽ കരിക്കുലം, സ്പെഷ്യൽ ട്രെയിൻ സ്റ്റാഫൊക്കെ ഉണ്ടായിരിക്കും. ഇൻ്റഗ്രേറ്റഡിലാണെങ്കിൽ നോ സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ട്രെയിൻ സ്റ്റാഫ്, സ്പെഷ്യൽ കരിക്കുലം അതൊന്നും ഉണ്ടായിരിക്കില്ല. സാധാ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും. ദെൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രെയിൻ പ്രൊഫഷണൽസ് ആയിരിക്കും അവിടെ. ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ് ആൻഡ് സ്പെഷ്യൽ കരിക്കുലം അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു.